ദാരിദ്ര്യം, അഭയാർത്ഥി പ്രശ്നം എന്നിവ പോലെ ആഗോള വ്യാപകമായി പടരുന്ന മനുഷ്യക്കടത്ത് എന്ന പ്രതിഭാസത്തിന്റെ ഇരകളാക്കപ്പെടുന്നവരെ പുനരധിവസിപ്പിക്കുന്ന തലീത്ത കൂമിന്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നു. നിലവിൽ 107 രാജ്യങ്ങളിലായി പ്രവർത്തിക്കുന്ന ഈ സംഘടനയിലെ 200ഓളം പ്രതിനിധികൾ 15ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി 6 ദിവസത്തെ സമ്മേളനത്തിന് റോമിലെത്തി. സാക്രോഫോനയിലെ ഫ്രട്ടേർന ഡോമസിലാണ് സമ്മേളനം നടക്കുന്നത്. 2009-ലാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശീലനം ലഭിച്ച സന്യാസിനിമാർ തലീത്ത കൂം എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ തങ്ങൾ അഭിമാനിക്കുന്നതായും എന്നാൽ ഈ വിപത്തിനെ നേരിടാൻ ഇനിയും വളരെയധികം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്നും സംഘടനയുടെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി സിസ്റ്റർ പാറ്റ് മുറേ പറഞ്ഞു. എല്ലാ ഭൂഖണ്ഡങ്ങളിലും നെറ്റ്വർക്കുകളുള്ള തലീത്ത കൂം അടുത്തിടെ ഏഷ്യയിലും ആഫ്രിക്കയിലും ഉപപ്രാദേശിക ഹബ്ബുകൾ സ്ഥാപിച്ചിരുന്നു. 2023-ൽ ടോഗോയിലും പ്യൂർട്ടോറിക്കോയിലും പുതിയ നെറ്റ്വർക്കുകൾ സ്ഥാപിക്കപ്പെട്ടു. ലോകമെങ്ങുമുള്ള സജീവ അംഗങ്ങളുടെയും സഹകാരികളുടെയും സഹകരണം ഈ നെറ്റ്വർക്കുകൾ വഴി സംയോജിപ്പിക്കുന്നു. ഇതിൽ 700-ലധികം സന്യാസിനി സമൂഹങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. 90ഓളം സന്യാസ സമൂഹങ്ങളും 50ഓളം മതാന്തര സഹകാരികളും ഇവർക്കുണ്ട്. 2023-ൽ 7.5 ലക്ഷം ആളുകളിലേക്ക് സഹായവുമായി എത്താൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞു. കത്തോലിക്ക സംഘടനകൾ, NGOകൾ, ഗവൺമെന്റ്, ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷനുകൾ തുടങ്ങിയവയും ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി സ്വയം വികസിപ്പിച്ച ആപ്പും ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ഇതിലൂടെ കൂടുതൽ യുവജനങ്ങൾ സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. 2024-ൽ പസഫിക് ദ്വീപുകൾ, അങ്കോള, കോങ്കോ, ക്യൂബ, മലാവി, ബുറുണ്ടി, മലേഷ്യ എന്നീ രാജ്യങ്ങളുടെ ക്ഷണപ്രകാരം നെറ്റ്വർക്കുകൾ സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് ജീവകാരുണ്യ മേഖലയിൽ നിസ്തുലമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ സംഘടന.